നമ്മുടെ സന്തോഷത്തിനായിട്ട് നമ്മൾ കുറച്ച് സമയം അങ്ങ് മാറ്റി വെച്ചേക്കണേന്ന്. നമ്മുടെ സന്തോഷം എപ്പോഴും നമ്മുടെ കയ്യിലാണ്, അത് മറ്റൊരാളുടെ കയ്യിൽ നമ്മൾ തേടിയാലും നമുക്ക് കിട്ടത്തില്ല. ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ദിവസം മുഴുവൻ എന്നെപ്പോലുള്ള വീട്ടമ്മമാർക്ക് എങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കാം എന്നതിനെ പറ്റിയാണ്. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളും ഞാൻ ഫോളോ ചെയ്യുന്ന ഏതാനും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നു. ആദ്യം തന്നെ പറയട്ടെ, എന്നും കൃത്യം 4:30-5 മണിക്ക് മുമ്പായിട്ട് 4:30ക്ക് അലാറം വെക്കും. എഴുന്നേറ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫ്രഷായിട്ട് 5 മണിയാകുമ്പോൾ തന്നെ ഞാൻ പൂജാമുറി കയറി നിങ്ങളിൽ കാണുന്ന പോലെ തന്നെ എല്ലാം വൃത്തിയാക്കി വിളക്ക് കത്തിക്കും. ഈ വിളക്ക് കത്തിക്കുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കണമെങ്കിൽ നമ്മുടെ ചുറ്റും ഒരു പോസിറ്റീവ് ഓറ ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ്. ഈ പോസിറ്റീവ് ഓറ എന്ന് പറയുന്നത് നെഗറ്റീവായ കാര്യങ്ങൾ, നെഗറ്റീവായ വ്യക്തികൾ നമ്മളിലോട്ട് വരുത്തില്ല. ഈ നെഗറ്റീവായ കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നതാണ് നമ്മൾ കൂടുതൽ ഈ പറഞ്ഞ സമാധാനം നഷ്ടപ്പെടുന്ന കാര്യങ്ങളിലോട്ട് പോകുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിലോട്ട് വരാതിരിക്കണമെങ്കിൽ നമ്മൾ മാക്സിമം പോസിറ്റീവായിട്ടിരിക്കണം. ആ പോസിറ്റീവായിട്ടിരിക്കണമെങ്കിൽ എന്താണ്, നമ്മൾ തന്നെ പോസിറ്റീവായിട്ടുള്ള വഴികൾ കണ്ടെത്തണം. അപ്പം ഞാൻ ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ് രാവിലെ എഴുന്നേറ്റ പാടെ തന്നെ കുളിച്ച് വിളക്ക് കത്തിക്കുക എന്നത്. പിന്നെ ഞാൻ തലേന്ന് കിടക്കുമ്പം തന്നെ പിറ്റേ ദിവസത്തേക്കുള്ള എൻ്റെ ഒരു പ്ലാനിങ്, ഒരു പേപ്പർ ഞാൻ എഴുതി വെക്കാറുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നതായിരിക്കണം, പച്ചക്കറികളുണ്ടെങ്കിൽ ഇന്ന കറികൾ വെക്കണം, അങ്ങനെയൊക്കെ ഞാൻ നേരത്തെ മുൻകൂട്ടി അങ്ങ് നിശ്ചയിച്ചേക്കും. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറേ കൂടെ നമുക്ക് ആക്റ്റീവായിട്ട് ജോലികളൊക്കെ എളുപ്പം തീർക്കാൻ പറ്റും. ഞാനപ്പോൾ രാവിലെ എഴുന്നേറ്റ് പൂജാമുറി ഒതുക്കി കഴിഞ്ഞ് തുളസി ഒന്ന് നനച്ചിട്ട് വേഗം പോയി വിളക്കൊക്കെ തേച്ച് കഴിയും. ഡെയിലി വിളക്ക് തേച്ച് കഴുകുക എന്നുള്ളത് നമ്മുടെ വീടിനെ പോസിറ്റീവ് ആക്കുന്നൊരു കാര്യമാണ്. നമ്മൾ എന്നും കഴിച്ച പാത്രം കഴുകാതെ ആഹാരം പിന്നെയും കഴിക്കുമോ? അത് വൃത്തിയാക്കിയിട്ടല്ലേ ഉള്ളൂ. അതുപോലെയാണ് നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ എന്നും അത് വൃത്തിയാക്കിയിട്ട് വിളക്ക് കത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പിന്നെ എന്നും രാവിലെ പൂജാമുറി തൂത്ത് തുടയ്ക്കാറുണ്ട്. നമ്മൾ മറ്റുള്ള മുറിയിൽ ഉപയോഗിക്കുന്ന മോപ്പ് കൊണ്ടിട്ട് ഞാൻ പൂജാമുറി തുടയ്ക്കാറുമില്ല കേട്ടോ. അതിനായിട്ട് പ്രത്യേകം ഒരു തുണി മാറ്റി വെച്ചിട്ട് എന്നും പൂജാമുറി തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് വിളക്ക് കത്തിക്കുന്നത്. അപ്പോൾ ഈ വിളക്ക് കത്തിക്കുമ്പോഴും അത് വൃത്തിയാക്കുമ്പോഴും ഒക്കെ ഞാൻ മനസ്സിൽ കൊണ്ടുവരുന്ന ചിന്ത പോസിറ്റീവായ ചിന്തകളായിരിക്കും. ഇന്ന് ഞാൻ എപ്പോഴും ഹാപ്പി ആയിരിക്കും, നല്ല നല്ല കാര്യങ്ങളായിരിക്കും എന്നിലേക്ക് വരുന്നത്. മറ്റുള്ളവർക്ക് ഞാൻ സന്തോഷം കൊടുക്കാൻ ശ്രമിക്കും, ആരോടും ദേഷ്യപ്പെടത്തില്ല, മക്കളോട് ദേഷ്യപ്പെടത്തില്ല, അങ്ങനെയൊക്കെ ഞാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞ മണി അഫർമേഷനുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോണിൽ കേൾക്കും. അങ്ങനെയൊക്കെ പോസിറ്റീവായിട്ട് നിന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത്. ആദ്യമൊക്കെ നമുക്കിതൊന്നും പറ്റത്തില്ലെന്നേ, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 90 ദിവസം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളിലുണ്ടാകുന്ന മാറ്റം എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ നമുക്കിതൊക്കെ നമ്മുടെ ദൈനംദിന ശീലമായിട്ട് മാറും. ഇപ്പം എൻ്റെ ഒരു ദൈനംദിന ശീലത്തിൽ പെടുന്നൊരു കാര്യമാണ് ഈ രാവിലെയുള്ള വിളക്ക് കത്തിക്കൽ, മെഡിറ്റേഷൻ ചെയ്യുന്നത്, അടുക്കളയിൽ കയറുന്നത്. അത് രാവിലെ തന്നെ കുളിച്ചിട്ട് അടുക്കളയിൽ കയറുന്നത് നമ്മുടെ വീടിനും പോസിറ്റീവാണ്, നമ്മളെ ഒരു ദിവസം ഫുള്ള് പോസിറ്റീവായിട്ട് വെക്കുന്നൊരു കാര്യമാണ്. ഇപ്പം ഇതുവരെയും ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ നാളെ മുതലൊന്ന് തുടങ്ങി നോക്കിക്കോ. ഇല്ലെങ്കിൽ ഡിസംബർ 1 വരാൻ പോവാം, നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കിയേ. രാവിലെ കുളിച്ച് വിളക്ക് കത്തിക്കുമ്പം അത് കാണുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർക്കും ഒരു സന്തോഷമാണ്. നിങ്ങൾക്ക് ഇപ്പം ഈ വീഡിയോയിലൂടെ എൻ്റെ പൂജാമുറി കാണുമ്പം ആർക്കെങ്കിലുമൊക്കെ ഒരു പോസിറ്റിവിറ്റി തോന്നുമായിരിക്കും. അത് നേരിട്ട് കാണുന്ന ഞാനും എൻ്റെ വീട്ടിലുള്ളവരും പോസിറ്റീവായിരിക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പോസിറ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് നല്ല കാര്യങ്ങൾ ഉണ്ടാകുമെന്നതല്ല. എന്ത് വന്നാലും അതിലൊരു പോസിറ്റിവിറ്റി കാണാൻ നമുക്ക് കഴിയുന്നതാണ് സത്യം പറഞ്ഞാൽ ഈ പോസിറ്റീവ് എന്ന് പറയുന്നത്. അല്ലാതെ ഈ വിളക്ക് കത്തിച്ചെന്നും പറഞ്ഞോ, ഇന്നും അമ്പലത്തിൽ പോയെന്നും പറഞ്ഞോ എനിക്ക് നല്ല കാര്യങ്ങൾ മാത്രമല്ല നടക്കുന്നത്. അതിലും നമ്മൾ തീർന്നെന്ന് വിചാരിക്കുന്ന പല പ്രശ്നങ്ങളും നമ്മുടെ ലൈഫിലോട്ട് വരും. എങ്കിലും അത് പിന്നെ അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു നല്ലതിനായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുമ്പം നമുക്ക് പോസിറ്റീവ് ആവാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള കുറേ ടിപ്പുകൾ ഫോളോ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത്. ഏതാനും കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇപ്പം ഞാൻ പറയുന്നുള്ളൂ. വീഡിയോ വലുതായി പോയൊക്കെ കേൾക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് എത്തിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി സന്തോഷം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.